നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ ആദ്യം തന്നെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടാ, പ്രചോദ് ചേട്ടാ. വെൽക്കം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓൾ ഗുഡ്, ഓൾ സെറ്റ്? ഓൾ സെറ്റ്. നമുക്ക് എല്ലാവർക്കും കൂടെ സ്നേഹാലയത്തിലെ എല്ലാവരെയും, സ്നേഹാലയം കലാസാഹിത്യത്തിലെ എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല കൈയടി. അധികം വെച്ച് താമസിപ്പിക്കുന്നില്ല. ആദ്യത്തെ ടീമിനെ വിളിക്കട്ടെ. വിഷ്ണുവും അമലും സഞ്ജീതേ. ലെറ്റ്സ് വെൽക്കം ഇവരെ മൂന്ന് പേര്. പെണ്ണിന് മധുരം കൊടുക്കട്ടെ, പെണ്ണിന് മധുരം കൊടുക്കട്ടെ, പെണ്ണിന് മധുരം കൊടുക്കട്ടെ. കൊടുക്കണ്ട, നല്ല മര്യാദക്ക് അവനോട് 2 തവണ പറഞ്ഞല്ലേ കൊടുക്കാൻ. ഇവൻ നമ്മളെന്നെ ഇവിടെ പുള്ള കളിക്കാൻ വേണ്ടി നിൽക്കുവാണ്. എന്റെ അളിയ, ഇതൊരു ആചാരമല്ലേ? എന്നാ ആചാരം? എന്റെ പെങ്കൊച്ചിന്റെ കല്യാണം മുടക്കല്ലേ? മുടക്കണ കാര്യം ഞാൻ പറയല്ലേ. അളിയന്മാര് വൃത്തികെട്ട പരിപാടി കാണിക്കില്ല. ഞാൻ എന്നാ പരിപാടി കാണിച്ചളിയ? ഈ മാർഗം കളി വല്ല പുറത്തെ ടീമിനെ ഏൽപ്പിച്ചാ പോരായിരുന്നു. എന്റെ പൊന്നളിയ, പുറത്തെ ടീമിനെ ഏൽപ്പിക്കാൻ ഈ അളിയന് ഒരു മാർഗവും ഇല്ലളിയ. 1500 പേര് പങ്കെടുത്ത ഒരു കല്യാണത്തലേന്നാണോ ഇത്? പിന്നെ എന്നിട്ട് പൊലിവാശി പിരിഞ്ഞു കിട്ടിയത് ആകെ 5000 രൂപ. കണക്ക് നോക്കളിയാ? കണക്ക് ഞാൻ നോക്കി, അപ്പോഴും മിസ്റ്റേക്ക്. ഇനി എന്റെ ആകെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എടുത്തന്നാ നീ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? എന്താണ് വിചാരിച്ചത്? എടാ, ഞാൻ ആ കൊച്ചിന്റെ അമ്മാച്ചനാ. സംസാരിക്കല്ലേ, സംസാരിക്കല്ലേ. ഞാൻ ആ കൊച്ചിന്റെ അമ്മാച്ചനാ. അത് നീ എന്തിനാണ് ഈ വൈക്കം പാസ് കളിച്ചാണോ? ഇവിടെ മേപ്പനാട്ടുകാർക്ക് എന്റെ ആവശ്യമില്ലടോ. ഞാൻ ഇറങ്ങി പോവാ, ഞാൻ പോവാ. അളിയാ പോവല്ലേ, നിന്റെ കല്യാണത്തിന് ഞാൻ നിൽക്കണേ. അളിയ ഇനി അധികം പോകരുത്. എടാ, ബിവറേജിന്റെ മതിലെ പോലും കാണത്തില്ലല്ലോടാ ഇത്രേ സ്റ്റിക്കർ. എന്റെ അളിയ, സംഭവം എന്നറിയാം, ഈ പൊലിവുകാശ് തന്നവരെ മറന്നു പോകാതിരിക്കാൻ കെട്ടിവെച്ചതാ. എന്നാലും നീ മോട്ടിച്ചതാന്ന് പറയരുത്. മോട്ടിച്ചതല്ല, ഇത് കാലടി എന്ന് വന്ന കുഞ്ഞമ്മ കൊണ്ട് തന്നത്. ഇത് മുട്ടത്തന്ന് വന്ന വല്യപ്പൻ കൊണ്ട് തന്നു. ഇത് തൊടുപുഴയെന്ന് വന്ന അങ്കിൾമാര് കൊണ്ട് തന്നത്. അല്ല, കോതമംഗലത്തൊന്ന് വർക്കിച്ചാൻ കുറച്ച് കാശ്. അതൊന്നും ഇപ്പൊ ചോദിക്കല്ലേ, പിന്നെ തരാം. ഒരു കാര്യം പറയാം, എന്റെ ഭാര്യ മേരിക്കുട്ടി, എന്റെ പെങ്ങള്. അതെ, നിന്റെ പെങ്ങള്. അവളുടെ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു. അപ്പം അവളുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ അവളുടെ പഴയ എക്സ് കാമുവിന് വന്നിട്ടുണ്ട്. അപ്പൊ നീ അവരെ പ്രത്യേകിച്ചൊന്ന് നോക്കാം. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചു? അല്ലല്ല, എന്റെ പെങ്ങളെ കുറിച്ച് എന്താ വിചാരിച്ചു? ആണും പെണ്ണും സംസാരിച്ച അതിന്റെ അർത്ഥം സംശയമാണെന്നല്ല. അയ്യേ, എന്റെ ഭാര്യ ലിസി മോള് അമേരിക്ക പോയിട്ട് എത്ര വർഷമായി? ഒരു 6-7 മാസമായി കാണും. ഉള്ളുകൊണ്ട് പോലും സംശയിച്ചിട്ടില്ലേ? ഉള്ളുകൊണ്ട് പോലും മിണ്ടണ്ട. ഫോൺ മേടിക്കുന്നുണ്ട്. ലിസിമോളെ, കല്യാണൊക്കെ അടിപൊളിയാ നടക്കുന്നുണ്ട്. നീ തന്ന 4 പവന്റെ സ്വർണം കൊടുത്തു. LED ലൈറ്റ് അളിയൻ ആത്തുവിനൊക്കെ നിന്നെ തിരക്കി. നിന്നെ മിസ് ചെയ്യടി. നീ ആ കട്ടിന്റെ അടി ഒന്ന് കാണിച്ചേ. കട്ടിന്റെ അടി കാണിച്ചേ. ഇറങ്ങിക്കേ. അതെന്താ അവിടെ ഒരു നിഴലുണ്ടല്ലോ. അവിടെ ഒരു നിഴലുണ്ട്. കക്കൂസിൽ ആരാ ഇരിക്കുന്നേ? കഥകൊന്ന് തുറന്നേ. അളിയാ, പെണ്ണുങ്ങളെ സംശയിക്കില്ല. നിനക്ക് എന്തിന്റെ തരിപ്പാടാ? നിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം കേൾപ്പിച്ചായിരുന്നു. കാര്യമാണോ? ഇവിടെ കൊച്ചിനെ മുറിക്കാനുള്ള കേക്ക് എന്തിയാടാ? ഇവിടെ തന്റെ കണ്ണി കുരുവാണ്. കേക്കൊക്കെ ഞാൻ മേടിച്ചോണ്ട് വന്നേക്കോ. ഇവരാൾ കൊല്ലത്തോളം അടിപൊളി. മാച്ചനൊരു കാര്യം ഏറ്റതാണ്. 5 വിശിഷ്ട കൂട്ടിട്ടുണ്ടാക്കിയ കേക്ക്. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ഇതിന് ഒരുപാട് കാശായി കാണുമല്ലോ. 5000 രൂപയോ? അതിന് നീ ഒന്ന് ഉറങ്ങണം. 2500 ആയി. അങ്ങനെയാണോ? ഞാൻ സമ്മതിച്ചു തരാം. നല്ല മഴക്കാറുണ്ടല്ലോ. കല്യാണം അലമ്പാവോ? സമയം എന്നാളിയാ? 9. 5 വിശിഷ്ട കൂട്ടുകൾ. കേക്ക് കട അടച്ചു കാണത്തില്ല. ശവപ്പെട്ടിക്കട അടച്ചു കാണുകയല്ല. കുട്ടുവാൽ കുറുമ്പി പാടാൻ വാ, പട്ടുനൂൽ പാട്ടൊന്ന് മീട്ടാൻ വാ. കുട്ടുവാൽ കുറുമ്പി പാടാൻ വാ, പട്ടുനൂൽ പാട്ടൊന്ന് മീട്ടാൻ വാ. മെഴുതിരി പൂ തരാം ഞാൻ ഈ പൂങ്കാറ്റിൽ, ഒളിവില പന്തലിടാം
ഈ പൂങ്കാ ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇതായിരിക്കും മണവാട്ടിപ്പെടെന്ന്. എന്നല്ല, ഇതെന്റെ ഭാര്യ മേരിക്കുട്ടി. മേരിക്കുട്ടി, എന്താ ഇച്ചായ? നിന്റെ കുന്തളിപ്പ് കഴിഞ്ഞോ? ഇച്ചായ, നമ്മുടെ ഒരേ ഒരു മോടെ കല്യാണമല്ലേ, അപ്പൊ ഞാൻ ഇത്രയെങ്കിലും കാണിക്കണ്ടേ? പിന്നെ ഏയ് ഇങ്ങോട്ട് നോക്കിയേ. എന്നാ എങ്ങനെയുണ്ട് എന്നെ കാണാൻ? കൊള്ളാം. പൊടിഞ്ഞു നിന്ന തള്ളക്കോഴി മൂൺ വാക്കിനായിട്ട് ഇറങ്ങി വന്ന പോലെ ഉണ്ട്. ദേ വലിച്ചാ, എന്റെ വായിക്കൊന്നും കേൾക്കരുത് കേട്ടോ. എന്നാ അളിയാ സ്വന്തമായിട്ട് കിറി അടിച്ചിരുന്നത്? സാധാരണ പരനാറിന്നൊക്കെ വിളിക്കണേ, ഇന്ന് എന്നെ പൊന്നാങ്ങളാ. അത് ആള് കൂടിയോണ്ടായിരിക്കും അളിയാ. ആണല്ലേ? അതെ. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു. ദേ, ചുമ്മാ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കൊണ്ടാക്കണേ. മാറിക്കോ, പോടാ. ഞാൻ പല അയ്യോ, അച്ഛൻ. പറഞ്ഞോളൂ നീ മതിയെ. അച്ഛൻ വന്ന്. എനിക്ക് കാണണ്ട. ചെറുപ്പത്തിലെ എന്നെ എന്റെ അമ്മയെ ഉപേക്ഷിച്ചു പോയ മനുഷ്യനാണത്. എടാ കുഴിത്തുരുമ്പോ നിനക്ക് എന്തിന്റെ ഭ്രാന്താ? ഞാൻ പള്ളിയിലച്ഛൻ വന്നെന്നാ പറഞ്ഞു. അയ്യോ, പള്ളിയിലച്ചൻ വന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. പാട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ കടലിലുണ്ട്. മതി. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിൻസെന്റിന്റെ മകളുടെ കല്യാണ തലേരാത്രിയാണ്. പ്രിയപ്പെട്ട വിൻസെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തക്കാളി മാറ്റിയിട്. ചീഞ്ഞ തക്കാളിയുടെ മുഖമുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിൻസെന്റ് അല്ല, നമ്മുടെ ഇടവകയുടെ പ്രിയപ്പെട്ടവനായ നമ്മുടെ വിൻസെന്റ് ഇടവകയ്ക്ക് മാത്രമല്ല ഈ നാട്ടിനും വീടിനും എല്ലാം പ്രിയപ്പെട്ടവനാണ്. അങ്ങനെയുള്ള വിൻസെന്റിന്റെ വിയോഗം നമ്മളെ എല്ലാവരെയും അതീവ ദുഃഖത്തിലാഴ്ത്തുന്നു. പരേതന്റെ ചേതനയേറ്റ ശരീരവും വഹിച്ചുകൊണ്ടുള്ള പറയുന്നത്. സോറി വിൻസെന്റ്, കണ്ടന്റ് മാറിപ്പോയി. നാളെ ഒരു അടക്കമുണ്ടായിരുന്നു. അതോ അതാണ്ട് ആ വീടിന്റെ പുറകിലായിട്ട് ഞാൻ വെച്ചിട്ടില്ല. മേടിച്ചില്ല. വാ, മേടിച്ചില്ലേ? അല്ല മങ്ങളെ, ചെറുക്കൻ എന്നാ ജോലി? അയ്യോ, ചെറുക്കൻ ഫുൾ ടൈം കടലിലാന്നേ. ഗോൾഫിനാണോ ചെറുക്കൻ? എടാ ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടോ. എടാ അവൻ കപ്പലിലാന്ന്. എന്നാ അവനോട് കുറച്ച് കപ്പലണ്ടി കൊണ്ടുവരാൻ പറ. നിനക്കിപ്പം നമ്മൾ നിൽക്കുന്ന ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നറിയാവോ? അതറിയാം. അത് ഓർമ്മ ഉണ്ടായാ മതി നിനക്ക് കേട്ടോ. അല്ല ഇങ്ങനെയാണെന്ന് നീ പറയത്തില്ല. അല്ല അമ്മച്ചനായതുകൊണ്ട് ചോദിക്കോ. ചോദിച്ചോ. ചെറുക്കന് ശ്രീധനായിട്ട് എന്താ കൊടുക്കുന്നേ? അത് വയറ്റിലെ സ്ഥലമുണ്ട്. പുക്കളാണോ ശ്രീധൻ കൊടുക്കുന്നത്? പൂക്കളല്ല, വയറ്റിലെ എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. അതങ്ങ് എഴുതി കൊടുക്കാന്ന് വിചാരിച്ച്. അതെ, ഈ മരണ വീട് ശവപ്പറമ്പ് പോലെ കിടക്കുക. എനിക്ക് തോന്നി ഞാൻ ആ മറ്റേ വർക്കോട് പറയും കുറച്ച് പാട്ടൊക്കെ. നല്ല പാട്ട് ഇടണം കേട്ടോ. ഓടിപ്പോട്ട് വാ. ഇപ്പൊ വരാൻ കേട്ടോ, ആള് വരും കേട്ടോ. അയ്യോ, ഇച്ചായ, അത് സംഭവിച്ചു. ആരാ ഈ കല്യാണം വിട്ടി ശംഭു വെച്ചേ? അയ്യോ, ശംഭു വെച്ചെന്നാണോ ഞാൻ പറഞ്ഞത്? ഇതെന്നാ? അത് സംഭവിച്ചു. എന്ത്? ഈ ഫോൺ നോക്ക്. അയ്യോ, എന്നതാ? ഇംഗ്ലീഷ്. അയ്യോ, എന്റെ പൊന്നു മനുഷ്യ, നമ്മുടെ മോളിൽ ഒരു മെസ്സേജ് ഇട്ട്. എന്തുവാ? ശലോമോന്റെ കൂടെ പോവാന്ന്. നമ്മുടെ മോള്? നിന്റെ മോള്? എന്റെ സ്വന്തം പുത്രി ഒളിച്ചോടി പോയി. അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഒരുപാട് എന്ത് ആണ്ട്. അയ്യോ കർത്താവേ, ഇച്ചായ, ഇച്ചായ, ശിവുവേ, ശിവുവേ, ശിവുവേ. അകം പെയ്യുന്നത് പുറമറിയാൻ പാടില്ല. നമ്മുടെ ദുഃഖം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാ മതി. മേലെടുത്ത് രാഘവൻ നായര് ചെറ്റയാ. അതെന്തിനാ ഇവിടെ പറയുന്നേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കളിച്ച് കേട്ടിട്ട് രാജാവാ പോവാ. ഇനി പാട്ടറ. എന്താ പ്രശ്നം? പെണ്ണു പോയി. ഇവിടെ എവിടെയെങ്കിലും നോക്കിയാ കിട്ടൂലോ. എന്താ പൊന്ന് അതല്ല പറഞ്ഞത്. എന്റെ മോള് ഒളിച്ചോടി പോയി. കൊച്ചാ പോയി. ആരോട് പറയും? ആ മേരിക്കുട്ടി, മേരിക്കുട്ടി കൊച്ചു പോയി. എന്തോ കൊച്ചു പോയി. ഈ കൊടുത്ത 4 പവന്റെ സ്വർണം കൊണ്ട് അളിയനും പെങ്ങളൊക്കെ ഒരേ സങ്കടത്തില. ഇനി ആ കട്ടിലിന്റെ അടി ഒന്ന് കാണിച്ചേ. ആ കട്ടിലിന്റെ അടി ഒന്ന് നീ ഒന്ന് കറങ്ങിക്കേ. അതെന്നെ അവിടെ ഒരു നിഴലല്ല. അതെന്റെ നിഴല് അല്ല, അത് ചാടല്ല. എന്നാ ജനല് തുറന്നു. പേഴ്സ് ഒന്ന് തുറന്നു തരുമോ? എന്താ പേഴ്സ് തുറക്ക്. കുന്തം പോയ കുടത്തിലും തപ്പണല്ലോ. ഇല്ല, അവിടെ ഇല്ല.
ഇതെല്ലാം ഇതിന്റെ ഭാഗം കേട്ടോ. അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈശ്വരാ, ഞാൻ മരിക്കാൻ പോവാ. ഈ പെട്രോൾ വെച്ച് ഞാൻ തീയിട്ട് മരിക്കാൻ പോവാ. എന്നാ കളിയാ? അത് ദാഹശമനിയാടോ. അത് എന്നെ ചതിച്ചേ. എന്നാ വിൻസെന്റ് ചാവുന്നില്ല. അതിന്റെ വിൻസെന്റിന്റെ ശരീരം നാളെ പൊതുസമൂഹം കൊത്തി വലിക്കട്ടെ. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയശൈലങ്ങൾ സാക്ഷി, അകമെരിയും ആരണ്യ തീരങ്ങളിൽ. അളിയ ഈ അവസ്ഥയെ ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാ കളിയാ? ആ ചിക്കൻ ഫ്രൈ എന്റെ വീട്ടിട്ട് കൊണ്ടുപോയിക്കോട്ടെ. മനസ്സിൽ നീ എപ്പോഴും മന്ത്രാനുഭൂതിയ മഞ്ഞിന്റെ വൽക്കലം പുതച്ചിരുന്നു. തുടിയായി ഞാൻ ഉണരുമ്പോൾ ഇടനെഞ്ചിൽ നീ എന്നും ഒരു രുദ്രതാളമായി ചേർന്നിരുന്നു. താണ്ഡവമാടും മനസ്സിനുള്ളിൽ ഓർമ്മകൾ എഴുതും തരനിലാവേ. വിട പറയും പ്രിയ സഖിയുടെ മൗന നൊമ്പരങ്ങൾ അറിയൂ. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, ഗംഗയിൽ മറയുകയാ നീയാ ജ്വാല. എന്നാ? ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയതാ. ഇവന്റെ കൂടെ അളിയാ, ആ വർക്കി മാപ്പിളയുടെ ബിൽഡിംഗ് സൈറ്റ് പണിക്ക് വന്നവനാ. ഉണ്ടാ, അവൻ ഹിന്ദിക്കാരനാടോ. മീട്ടാബായിയുടെ കൂടെയാണോ ഇറങ്ങിപ്പോയത്? പോയോ എന്റെ പൊന്നളിയ, അവൻ മറ്റേ കളിക്കാരനാണ്. അതെ, അവന്റെ മോന്ത കണ്ടപ്പോഴാ തോന്നി ഏതോ ഇജാതിപ്പെട്ട ആളാത്. ദൈവമേ, അവനൊന്ന് കെട്ടിയതാണ്. രണ്ടാം കെട്ടുകാരനോ? അവൻ ഇന്ത്യൻ ടീമിലുള്ളതാ അളിയ. നമ്മളെ കുഞ്ഞു ബോംബെ പോലെ ആയെന്ന്. നീ നിന്റെ ഭാര്യ ഉണ്ടാക്കണം. അളിയാ, ഇവനാരാ? നിന്റെ അമ്മടെ നായി. എടാ, ഈ ടി വിക്കകത്തെ ഫാഷൻ പരിപാടി മാത്രമല്ല ഉള്ളത്, സ്പോർട്സും ഉണ്ട്, അതും വെച്ച് കാണണം. ഇവനൊന്നുമല്ല, ഇവൻ ഇന്ത്യൻ ടീമിലുള്ളതെന്ന്. എന്റെ ദൈവമേ, ഈ സ്റ്റെല്ലക്കൊച്ച് ആരുടെ കൂടെയാ പോയത്? ആരുടെ കൂടെ പോയെന്ന് വല്ല അറിവുണ്ടോ? എനിക്കറിയാൻ പാടില്ല. ഇത് ആരുടെ കൂടെയാ പോയത്? എനിക്കറിയത്തില്ല. കൂട്ടുകാരിയുടെ വീട്ടിൽ പറഞ്ഞു പോകും. സ്റ്റെല്ലക്കൊച്ച് അച്ചപ്പ ഏത് കടയല്ലേ? അല്ല, അമ്മാച്ചനാ. കൊച്ചെവിടെയാ? ഞാൻ തേണ്ട മേക്കപ്പ് ഇടാൻ വന്നേക്കുവാ. കൊച്ചെന്നൊരു അമ്മയ്ക്ക് മെസ്സേജ് അയച്ചാ ശലോമന്റെ കൂടെ പോവാന്ന് പറഞ്ഞു. അയ്യോ, എന്റെ മരക്കഴുതകളെ, അതല്ല പറഞ്ഞത്. സലൂണിൽ പോവാ എന്ന് വെച്ചാ ബ്യൂട്ടി പാർലർ. അതാണ്. എന്താ മക്കള് പെട്ടെന്ന് പോകട്ടെ. ഞാൻ പെട്ടെന്ന് വരാം. അയ്യോ, കൊച്ചു ഒളിച്ചോടി പോയെന്ന് ആരാളിയാ പറഞ്ഞത്? ഇവള് എന്റെ പൊന്നെ, കൊച്ചു സലൂണിൽ പോയതാ. ഇവിടെ മേക്കപ്പ് ചെയ്യാൻ പോയെന്ന്. അങ്ങനെ പറ. എന്നാ ഞാൻ പോയി ബാക്കി കാര്യങ്ങൾ നോക്കാം. അളിയൻ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും. ചുമ്മാ ഇരുന്ന് ബേളം വെക്കണ്ട, വല്ല കാര്യം ഉണ്ടോ? എടാ വിൻസെന്റ്, എന്തോ? എടാ ചാക്കോച്ചായൻ ചള്ളാസില്ലാതെ കഴിക്കത്തില്ലെന്ന്. മുളക് ചാലിച്ച് കുമ്പിളലെ കഞ്ഞി കുടിക്കുന്ന മനുഷ്യനാ. ഇപ്പൊ അയാൾ അണ്ണാക്കി കഞ്ഞി ഇറങ്ങത്തില്ല. കൊടുക്കണ്ട കേട്ടാ. അയ്യോ, അതെന്നാ? അയ്യോ വിൻസെന്റ്, എന്നാ പറ്റി? എടാ നിന്റെ അളിയന്നാണ്ട വേസ്റ്റ് കുഴി വീണ്. അയ്യോ, വല്ല വീതിയുള്ള കുഴിയാന്നോ? പിന്നെ നല്ല ആഴമുള്ള കുഴിയാ. എന്നാ ഒരു കാര്യം ചെയ്യാവോ? എന്തോ ചെയ്യണം? അവനെ മൂടോടെ അങ്ങ് വെട്ടി മൂട്. അളിയോ, ഓടാ അവിടുന്ന്. നല്ല ഡീസന്റ് ഐറ്റം ആയിരുന്നു. നസീർക്ക? വിഷ്ണു, അമൽ, സഞ്ജിത കുഴപ്പമില്ലായിരുന്നു. എവിടെയൊക്കെയോ ചില പോരായ്മകളൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മൾ വലിച്ചു നീട്ടുന്നത് കൊണ്ട് പറ്റിപ്പോകുന്നതാണെന്ന് തോന്നുന്നു. നമ്മൾക്ക് തമാശ കുറഞ്ഞുകൊണ്ട് സാധനം ലെങ്തി ആയി പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വരും. അപ്പോൾ മാക്സിമം നല്ല കൗണ്ടറുള്ള ഭാഗങ്ങൾ മാത്രം ഒന്ന് സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നിങ്ങൾ 3 പേരും മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഉണർന്നു വരണം. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി എന്നേ പറയാൻ പറ്റും. ഒരുപാടൊന്നും പറയുന്നുമില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. കുറെ ചിരിക്കാനുള്ള നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു.
പിന്നെ കുറച്ച് ലാഗുണ്ട് കുറേ പരിപാടികൾ. അത് നിങ്ങളിങ്ങനെ പറഞ്ഞ് അതെനിക്ക് തോന്നുന്നു പൊതുവേ നമ്മൾ ഈ സ്കിറ്റ് കളിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് ആ ഡയലോഗ് പറയണം, അങ്ങനെ ഒരു നമുക്കൊരു സെൽഫായിട്ടൊരിത് വരും. അപ്പോൾ ആ ഡയലോഗിൽ കോമഡി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ നിങ്ങൾ ആ സോങ്ങിനിടയ്ക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ എന്തൊരു കയ്യടിയായിരുന്നു ഇവിടെ അല്ലേ. അമൽ വന്ന് ആ മരത്തെ പിടിക്കുന്നു, ഷോക്ക് അടിക്കുന്നു, വിഷ്ണു വരുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തപ്പോൾ തന്നെ നല്ല കയ്യടി കിട്ടി. പിന്നെ വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടൻ്റൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞ പോലെ നന്നാക്കുക, ഇതിനേക്കാൾ നന്നാക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. തെറ്റില്ലാത്തൊരു സ്കിറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നിങ്ങൾ മുൻപ് ഗംഭീര സ്കിറ്റുകൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ഒരു ഇത്തിരി ദുഃഖിതനാണ്. കാര്യം നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു പൊട്ടിച്ചിരിക്കുന്ന തമാശകളൊന്നും നമുക്ക് വന്നില്ല. പിന്നെ ഈ പറയുന്നത് പോലെ വലിയ പാടാണ് തമാശകൾ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാര്യം നിങ്ങൾക്കത് പറ്റുന്ന ആളുകളാണ്, നിങ്ങളത് പ്രൂവ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്കത് പറ്റും. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിലും ഗംഭീര തമാശകളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. അപ്പോൾ നമുക്കിതിൻ്റെ മാർക്സ് വാങ്ങിക്കാം. ആദ്യം ഷാൻ ചേട്ടൻ. ഞാനിവർക്കൊരു 6 മാർക്ക് ഞാൻ കൊടുക്കും. 6000 രൂപ. സിർക്ക ഞാനൊരു 7 മാർക്ക് കൊടുക്കും. അപ്പോൾ ടോട്ടൽ 13,000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ ഓക്കെ, ഇതാ പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് 25,000 രൂപ. ഓക്കെ, തിരിച്ച് നമ്മൾ ട്രാക്കിൽ കയറി തുടങ്ങി. ഇവിടുന്ന് മുകളിലോട്ട് പോട്ടെ. ഉഷാർ സ്കിറ്റുമായിട്ട് വാ കേട്ടോ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത ടീം, അടുത്ത സ്കിറ്റ് വേഗം. ഫിനിലേട്ടൻ, ശ്യാമേട്ടൻ ആൻഡ് സുധീഷ് ഏട്ടൻ. മലയാളത്തിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമാണല്ലോ ആറാം തമ്പുരാൻ. ഇതാ ഞങ്ങളുടെ ഭാവനയിൽ പഴയകാല സിനിമാ താരങ്ങളെ അണിനിരത്തി ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു ആറാം തമ്പുരാൻ. ഞാനാണ് ഈ കോവിലകം മേടിച്ച ആറാം തമ്പുരാൻ. എന്താണ് തമ്പുരാൻ? ആ പന്ന എബി മാത്യു നമ്മളെ ഒന്ന് ചെറുതായിട്ട് ചതിച്ചു. എങ്ങനെ? ആ പുതിയ കോൺട്രാക്ട് രാമസ്വാമി രാമസ്വാമി കമ്പനിക്ക് അവൻ മറിച്ചു വെച്ചു. അപ്പൊ തമ്പുരാൻ ഒരു കാര്യം ചെയ്ത് എത്രയും പെട്ടെന്ന് എന്റെ കളത്തിലൊന്ന് ഇറങ്ങണം. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക. ആലമാരിലിരിക്കുന്ന ഒരു ഫുള്ളിന്റെ കുപ്പി എടുത്ത് അതിന്റെ കഴുത്ത് പൊട്ടിച്ച് ആ 3 ഗ്ലാസ്സിലായിട്ട് ഒഴിക്കുക. എന്നിട്ട് ആ 3ാമത്തെ ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ അവിടെ എത്തിയിരിക്കും. എന്ത് വണ്ടക്ഷരമാണ് പറയുന്നത്? 2 ബെഗടിക്കാനായിട്ട് അമേരിക്ക വരെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഏതെങ്കിലും ബാറി കയറി കുറഞ്ഞ 2 ചാത്തം മേടിച്ചടിച്ചാ പോരെ. പിന്നെ ഒരു കാര്യം പറയട്ടെ. എന്താണ്? 280 രൂപയുടെ കോടി ആസ്തിയുണ്ട് നിന്റെ സുഹൃത്ത് നന്ദഗോപന്. എന്നിട്ടാണോ ഇന്ന് രാവിലെ നിന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന മീൻകാരൻ്റെ അടുത്ത് ആ 2 ചാളയ്ക്ക് വേണ്ടി നിന്റെ ഭാര്യ കിടന്ന് അടി കൂടുന്നത് ഞാൻ കണ്ടത്? ആരാണ്? ഞാൻ ഉണ്ണിമേരി. അതൊരു മീൻ്റെ പേരല്ലേ? അയ്യോ, മീൻ്റെ പേരല്ല. ഞാനാണ് ഈ കണിമംഗലം കോവിലകത്ത് മസാജിങ് സെന്റർ നടത്തുന്ന ഉണ്ണിമേരി. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണാവോ? ഞാൻ ആ തമ്പുരാൻ, ഈ കണിമംഗലം മേടിച്ച ആറാം തമ്പുരാൻ. അയ്യോ, ഈ തമ്പുരാന് പേരൊന്നുമില്ലേ, നമ്പർ മാത്രമേ ഉള്ളൂ. അത് മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ അമ്മയുടെ ആ ഒറ്റ പ്രസവത്തിൽ ഞങ്ങൾ 18 കുഞ്ഞുങ്ങളായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് വായിൽ പേരുകൾ വന്നില്ല. അങ്ങനെ ഞങ്ങൾ നമ്പർ അടിച്ചാണ് ഞങ്ങളെ വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ 6ാമനായ ഞാൻ ആറാം തമ്പുരനായി. ഇങ്ങനെ ഒറ്റ പ്രസവത്തിൽ 16 കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നിങ്ങളെ അമ്മ എന്താ വെള്ളത്തിൽ കിടക്കുന്ന ഗപ്പി മീനാണോ? ഈ കാമഡിയാണ് നിന്നിൽ നിന്നും എന്നെ അകറ്റുന്നത്.
അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാട്ടെ. ഈ കോവിലകത്തിൽ നിന്നും ആ ഉണ്ണിമേരിയും ശംഖുവും ഇവിടുന്ന് ഇറങ്ങിത്തരണം. ഇനി മുതൽ താമസിക്കാൻ പോകുന്നത് ഞാനാണ്. അയ്യോ കൊച്ചു മുതലാളി, എന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറയില്ലേ കൊച്ചു മുതലാളി. എന്നാൽ ഇങ്ങനെ പറയാം, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങിത്തരണം. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല കൊച്ചു മുതലാളി. കൊച്ചു മുതലാളിയോ ആറാം തമ്പുരാനെ പിടിച്ച് ഷെമ്മീനിലേക്ക് കൊണ്ടിടുക. അയ്യോ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ തന്നെ തർക്കിച്ചാലും ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞു പോകത്തില്ല. മോളു ഈ ബാംബെ ബാംബെ എന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, ഇങ്ങനെ പറഞ്ഞു കൊതിപ്പിക്കാതെ എന്നെ എത്രയും പെട്ടെന്ന് അങ്ങോട്ടൊന്ന് കൊണ്ടുപോകൂ. അങ്ങോട്ട് ഇത് അത്രയിടം വരെ എത്തുമെന്ന് തോന്നുന്നില്ല. അതല്ല, ഞാനിപ്പോൾ മുംബൈ എന്ന് പറയും. ഇത്രയും നേരം നിങ്ങൾ എന്റെ പിറകിൽ നിന്നാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? ശരി, അതല്ല, ഞാനും എന്റെ അച്ഛനും മുംബൈയിലുണ്ടായ സമയത്ത്. എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? അച്ഛൻ മുംബൈ ആണോ നിങ്ങൾ ഉണ്ടായത്? എടി അതല്ല, ഈ ധാരാവി ധാരാവി എന്ന് നീ കേട്ടിട്ടുണ്ടോ? എനിക്ക് അകപ്പാടെ അറിയാവുന്നത് ചോറ്റുകലത്തിൽ നിന്ന് വരുന്ന നീരാവിയാണ്, അല്ലാതെ ഞാൻ ഈ ധാരാവി എന്ന് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ആ ധാരാവിലെ ഒരു ചേരി ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. അയ്യോ, അതങ്ങനെയല്ലല്ലോ, ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ടെന്നല്ലേ ഞാൻ കേട്ടിട്ടുള്ളത്. അത് ഞങ്ങൾ ഒരിടത്തു നിന്ന് ഒഴിപ്പിച്ചു വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും അവിടുന്ന് ആൾക്കാർ കയറി തുടങ്ങും. ഇവിടുന്ന് ഒഴിച്ച് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും അവിടുന്ന് ആൾക്കാർ കയറി തുടങ്ങും. അങ്ങനെ ഒഴിപ്പിച്ച് ഒരു വർഷം നീണ്ടു. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇത്രേ ഒഴിപ്പിച്ച എനിക്ക് ഒരു ചെമ്പരത്തിപ്പൂ പറിക്കുന്ന ലാഘവത്തോടെ നിന്നെ ശംഖത്തിനെയും ഞാൻ ഒഴിപ്പിച്ചിരിക്കും. ഇങ്ങനെ കിടന്ന് ഇങ്ങോട്ട് തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്തെങ്കിലും പ്രേമം നടിച്ച് പാട്ടിലാക്കി ബാക്കിയുള്ള കാലം കൂടി ഇവിടെ അങ്ങ് ജീവിക്കാൻ നോക്കാം. എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒരു പ്രേമ പാട്ടിടൂ പ്ലീസ്. അയ്യോ, എന്ത് ആ പ്രേമ പാട്ടിട്ട് എന്നെ മയക്കാൻ നോക്കുന്നു. ഇനി എനിക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ വരുമ്പോൾ ഇവിടുന്ന് ഒഴിഞ്ഞിരിക്കണം. അയ്യോ അയ്യോ, ഈ തമ്പുരാൻ വരുമ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങി കൊടുക്കേണ്ടി വരും. ആരാണ് ആ പടിവാതിക്കൽ കിടന്ന് പരുങ്ങുന്നത്? മസാജിങ് സെന്ററിൽ വന്ന ഏതോ ഒരു കസ്റ്റമർ ആയിരിക്കും. തമ്പുരാൻ വരുന്നുമ്പ് അയാളെ മസാജ് ചെയ്തങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ഹലോ, അവിടെ കിടന്ന് പരങ്ങേണ്ട, ഇങ്ങ് കയറി പോന്നേക്ക്. അയ്യോ, മീശയുള്ളവരാണ്. ആരാണ് നിങ്ങൾ? ഒരു പാതിരാത്രിയിൽ ഒരു വാതിൽ മുട്ടിയപ്പോഴാണ് ആദ്യമായി ഞാൻ ഈ ചോദ്യം കേൾക്കുന്നത്. നീ ആരാണെന്ന് എന്താണെന്നും ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന്. നിങ്ങളുടെ അമ്മയുടെ കാര്യം ഇപ്പൊ ഇവിടെ വന്ന് പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഒന്ന് തടവണം. തടവിയിരിക്കുന്നു, പെട്ടെന്ന് വീട്ടിൽ പോയി ആരെങ്കിലും വരുന്നുമ്പോ. ഓഹോ, കളിയാക്കുകയാണോ? ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെന്താണ്? എന്നൊന്ന് ഒഴിയണം. വരുന്നവനും പോകുന്നവനും വന്ന് ഒഴിക്കാനായിട്ട് ഞാനിവിടെ കക്കൂസല്ല നടത്തുന്നത്, മനസ്സിലായോ നിങ്ങൾക്ക്? ഓഹോ, വീണ്ടും കളിയാക്കുന്നു. ഇനി എന്നെ കളിയാക്കിയാൽ എനിക്ക് വിഷമം വരും. ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത്? എനിക്കിവിടെ ബോഡി മസാജ് ചെയ്യണം. ആഹാ, എത്ര മനോഹരമായ വാച്ചാണ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്. ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു ഒരുപാട്. ഈ വാച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതിനകത്ത് സൂചിയില്ലേ? അതല്ല പറഞ്ഞത്. ഈ വാച്ചിൽ സ്ത്രീകൾ വന്ന് തൊട്ടാൽ അപ്പോ തന്നെ ഒരു അത്ഭുതം നടക്കും. അങ്ങനെയാണെങ്കിൽ ഈ അത്ഭുതം എനിക്കൊന്ന് കാണണം. ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ. സംശയമുണ്ടെങ്കിൽ തൊട്ടു നോക്കൂ. തൊട്ടു. അത്ഭുതം നടന്നു. എന്ത് വൃത്തികേടാണ് താൻ കാണിക്കുന്നത്? ഈ സെന്ററിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കൂ, എനിക്ക് ഇനി അത്ഭുതങ്ങൾ കാണിക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. ദയവ് ചെയ്ത് ഇറങ്ങിപ്പോകൂ. ഇറങ്ങിപ്പോവാൻ പറ്റില്ല, ഞാൻ വളരെ ദൂരത്തു നിന്നാണ് വരുന്നത്. എനിക്ക് മസാജ് ചെയ്താലേ പറ്റൂ. എന്റെ സഹോദരൻ, ഞാൻ ആദ്യമേ നിങ്ങളെടുക്ക പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രമേ മസാജ് ഉള്ളൂ, ആണുങ്ങൾക്ക് യാതൊരുവിധ മസാജും ഇല്ല. ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. ഇറങ്ങിപ്പോകാനോ? ദേ, എനിക്ക് വിഷമം വരുന്നുണ്ട്. ഇനി നോക്കിയിട്ട് കാര്യമില്ല, എനിക്ക് നല്ല വിഷമം വന്നു. ആരെങ്കിലും വന്ന് രക്ഷിക്കൂ. അയ്യോ, ഈ കാബാലിന്റെ കയ്യിൽ നിന്നും ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. അയ്യോ, എന്റെ കയ്യിൽ നിന്ന് വിടാൻ, എന്റെ കയ്യിൽ നിന്ന് വിടാൻ. അയ്യോ, എന്താണ് ഒരു ഡിലേ? എന്ത് ഡയലോഗ് പറയണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കിട്ടിപ്പോയി. ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി ആ പെണ്ണുങ്ങളെ പിടിക്കുന്നോടാ. ഇവിടെ ആണുങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് ഈ മസാജ് സെന്ററിന്റെ സെന്ററിൽ ഒരുത്തൻ. ആരാടാ നീ? അയ്യോ, ഞാനാണ് ഇവിടുത്തെ ആറാം തമ്പുരാൻ, ഈ കണിമംഗലം മേടിച്ച ആ പുതിയ തമ്പുരാൻ. ഒന്നും പറഞ്ഞിട്ട് കാര്യം, എനിക്ക് ദേഷ്യം വരുന്നു. തമ്പുരാനെ, എന്നെ രക്ഷിക്കൂ. അയ്യോ അയ്യോ, എന്റെ കയ്യിൽ നിന്ന് വിടാൻ. അയ്യോ, എന്നെ വിടൂ.
നിന്നെ ഞാൻ നീ എന്നെ തല്ലരുത്. എന്നെ തല്ലിയാ എനിക്ക് വിഷമം വരും. അയ്യോ ഓടിക്കോ. എന്നെ തല്ലരുത്. ഇനി മാതിരമായുള്ള ഒരു സത്യം ഞാൻ പറയാം. എന്ത്? ഒരു പരാതി വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് പരാതി? നിങ്ങളുടെ സെന്ററിന്റെ ബാക്കിൽ അനാശാസ്യം നടക്കുന്നതെന്ന്. അയ്യോ ആരാണ് ആ പരാതി തന്നത്? ഉളപ്പുളി അപ്പൻ. അയ്യോ അതന്വേഷിക്കുമെന്ന CID ആണ് ഞാൻ, CID രാജൻ. അതെന്താടാ ആ കുറച്ച് നേരത്തെ പറയാഞ്ഞത്? അത് കുറച്ച് നേരത്തെ ക്ലൈമാക്സ് അടിച്ചാൽ സ്കിറ്റ് ചുരുങ്ങി പോകില്ലേ? എന്നിട്ടിപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ ഒന്നുമില്ല, നല്ല സത്യസന്ധമായ സ്ഥാപനം. ഈ സത്യസന്ധത ഞാനും വന്നപ്പോൾ തന്നെ മനസ്സിലാക്കി. ഈ കണിമംഗലം ഞാൻ ആ ഉണ്ണിമേരിക്ക് കൈമാറും. അയ്യോ ദൈവമേ, ഈ സമയത്ത് നീ എനിക്ക് 2 സന്തോഷങ്ങളാണല്ലോ തന്നത് ഭഗവാനെ. ഈ കണിമംഗലം മസാജിങ് സെന്ററിന് നല്ലൊരു കൈഡി. ചേട്ടാ, ശ്യാം, സുധീഷ്, വിനിൽ നന്നായിരുന്നു. മൊത്തത്തിൽ കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ നമ്മൾ 6-ാം തമ്പുരാൻ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വന്നു, ആ ക്യാരക്ടേഴ്സും ഒക്കെ വന്നു. ശ്യാം പ്രേംനസീർ സാറിൻ്റെ ചെയ്യുന്നതാണോ? അല്ല ഓക്കെ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, വലിയ തെറ്റില്ലാതൊക്കെ ചെയ്തു. സുധീഷ് ചെയ്യാറുണ്ടോ? ഇല്ല, ഈ ഫ്ലോറിൽ ആദ്യമായിട്ട് ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു. ആണല്ലേ, ചെയ്തിരുന്നല്ലേ. വിനിലും കൊള്ളായിരുന്നു, 3 പേരും കൊള്ളായിരുന്നു. പക്ഷേ ഈ തമാശകൾ കുറച്ച് കുറവായിരുന്നു. നമുക്ക് ഈ പൊട്ടിച്ചിരിക്കാനുള്ള തമാശകളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു ക്യാരക്ടേഴ്സും അതേപോലെ ആ ഒരു കഥയൊക്കെ പിടിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള കാര്യങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. റിഹേഴ്സലിൻ്റെ കുറവാണെന്നോ ഒക്കെ എന്താ അങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക്. പക്ഷേ നിങ്ങൾ 3 പേരും പ്രൂവ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും വരേണ്ട ആൾക്കാരല്ല. പക്ഷേ നിങ്ങളിന്ന് സെലക്ട് ചെയ്ത ആ ഒരു കോണ്ടൻറ്റ് എനിക്ക് തോന്നുന്നു അത്രയധികം തമാശന് ഒരു ചാൻസ് ഇല്ലാത്തൊരു ഇതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം അത് മാറ്റി ഒരു ഗംഭീര സ്കിറ്റായിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ. നസീർക്ക, ഇതിനു മുമ്പ് ഒരു സിനിമയുടെ സംബന്ധം ചെയ്തില്ലേ, മണിച്ചിത്രത്താഴ്? അപ്പോൾ അതെന്തായിരുന്നു സംഭവം? ഇത് സത്യം പേടിയും പുകയും സാധനമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നല്ല ഫാസ്റ്റായിട്ടുള്ള കളിയായിരുന്നു. ഇത് നിങ്ങൾ ഈ 2 സ്റ്റാറിലും ഉമ്മറിലും KP ഉമ്മറിലും പ്രേംനസീറിലും സാറിന്മാരുടെ ഇതിലേക്ക് ഒതുങ്ങിപ്പോയി. ഒരു ബഹളമുള്ള കളികളൊന്നും ഇതിൻ്റെ അകത്ത് കണ്ടില്ല. നിങ്ങളുടെ മുഖത്ത് തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത് തമാശകളുടെ ക്ഷാമം ഉണ്ടെന്നുള്ളത്. ഇല്ലേ? തമാശയുണ്ട്. സാധനം നല്ലതാണ്, ഒരു വൃത്തിയുണ്ട്, ഒരു പുതിയ സാധനമൊക്കെയാണ്, കണ്ടൻറ്റും ഒക്കെ നല്ലതാണ്. പക്ഷേ എന്തോ അതിൻ്റെ അകത്ത് തമാശ കുറഞ്ഞു പോയി. ആ തമാശ കുറഞ്ഞു വന്നാലും നമുക്ക് ചിരിക്കാനുള്ള സിറ്റുവേഷൻ കിട്ടുന്നില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. പുതിയ തമാശകളും പുതിയ കൗണ്ടറുകളും ഞങ്ങളും ഓഡിയൻസും പ്രതീക്ഷിക്കുന്നു. അടുത്തത് പ്രാവശ്യം വരുമ്പോൾ അതൊക്കെ ആയിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ, ചാമേ, സുധീഷ്, വിനിലേ, രസമുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് കൈയ്യടി തരേണ്ടത് ഈ മസാജിങ് സെൻറ്റർ പേര് അടിപൊളിയാണ്. കണിമംഗലം മസാജിങ് നല്ല പേരൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്നു ഈ ഒന്നാമത്തെ കാര്യം ശ്യാമേ, ഈ സാധാരണ ഇങ്ങനെയുള്ള ഇപ്പം നസീർ സാർ ഉമ്മറിൻ്റെ ഒക്കെ നമ്മൾ ഈ സ്കിറ്റുകൾ കാണുമ്പോൾ റെക്കോർഡ് സ്കിറ്റുകളാണ്. അതെ, കറക്റ്റ്, 100%. അല്ലേ? കാരണം എന്താണെന്നറിയോ, ഒരിക്കലും നസീർ സാറിൻ്റെ സ്കിറ്റ് ലൈവായിട്ട് നമുക്ക് കളിച്ചെറിപ്പിക്കാൻ പാടാണ്. അങ്ങനെ വെച്ചാൽ ഇതിനൊരു പരിധിയുണ്ട്. ഇത് ആ വിഷമം എനിക്കറിയാം. ശ്യാം അവിടെ നിന്നും മെഴുകുന്ന നമുക്കറിയാൻ പറ്റും. അല്ലേ? അവിടെ നിന്ന് സുധീഷ് വന്നിട്ട് ഉമ്മറായപ്പോ എനിക്ക് ഉമ്മറിന്റെ തോന്നുന്നു. അപ്പൊ സുധീഷ് വന്നിട്ടേ അപ്പൊ സുധീഷിന്റെ ഔട്ട് ഞാനാണോ ഉമ്മർ നീയാണോ? ഇത് മൊത്തത്തിലുണ്ട്. പിന്നെ ഇടയ്ക്ക് അപ്പൊ ഈ കൺഫ്യൂഷൻ നേരെ വിനിലോട്ട് വന്നു. വിനിലിടയ്ക്ക് വിഷം മാറി, ദേഷ്യം, ഡയലോഗ് മൊത്തം മാറി. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ മൊത്തത്തിൽ കിടപ്പുണ്ടല്ലോ. കാര്യം സാധാരണ നിങ്ങൾ സുധീഷിനൊക്കെ ഇളകാൻ കൊടുത്താൽ ആ നസീർക്ക് മണിച്ചിത്താറിൻ്റെ എപ്പിസോഡൊക്കെ ഭയങ്കര വൈറൽ എപ്പിസോഡാണ്. ഇത് എന്തായാലും കുഴപ്പമില്ല. അടുത്ത് നമുക്ക് പൊളിച്ചെടുക്കണം, പറന്ന് നിൽക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അങ്ങനെ പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ അങ്ങനെ പറന്ന് പറയാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അടുത്തവണ പൊളിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രജേട്ടാ. അപ്പോൾ നമുക്ക് മാർക്സിലേക്ക് പോവാം. പ്രജേട്ടാ, ഞാനൊരു 6 മാർക്ക് കൊടുത്തു. 6000 രൂപ. ഓക്കെ, എന്ന വിഷമം വരെയൊക്കെ ഞാനും കൊടുത്തിരിക്കുന്ന ഒരു 6. 12,000 രൂപ. വിഷമം വരല്ലേ? അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട, ബാക്കി ഞാനും തരും. ടോട്ടൽ എമൗണ്ട് 20,000 രൂപ. ജീവ, എനിക്ക് ലാസ്റ്റ് നസർക്ക് ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് മനസ്സിലായി. അത് പുതിയതാ, വളരെ പുതിയതാ. അതെനിക്ക് കാര്യം മറ്റേ ഇങ്ങനെയാണല്ലോ ഇടയ്ക്ക് മാത്രം ഇടയ്ക്ക്. അപ്പം അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ചേട്ടാ.
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീമിനെ വിളിക്കട്ടെ. വിളിക്കൂ. രാജേഷ് കൊട്ടാരത്തിലും ടീമാണ് വരാൻ പോകുന്നത്. പക്ഷെ ഇന്ന് ഹരിക്ക് വരും പുതിയൊരാൾ വരുന്നു അവരുടെ കൂട്ടത്തിലേക്ക്. രജി ചേട്ടൻ, രജി തിരുവല്ല, രാജേഷ് കൊട്ടാരത്തിൽ ആൻഡ് സുജിത്. എന്തോ ചെയ്യാനാന്ന് പറ. ജയിലിൽ വന്നാലും ഞാൻ തന്നെ എൻ്റെ തുണി കഴുകണം. എന്തോലും ഒരു ചെറിയ കേസി കുടുക്കി എൻ്റെ പെണ്ണുമ്പിള്ളെ കുടുങ്ങി കൊണ്ടുവന്നായിരുന്നെങ്കിൽ അവൾ എൻ്റെ തുണി കഴുകി തന്നേനെ. എന്തോ ചെയ്യാനാന്ന് പറ. എന്തുവാണ് തന്നെ പിറുപിറുക്കുന്നത്? എടാ ഈ മൂടി ഞാൻ ജയിലിൽ വന്നത് പിന്നെ എനിക്കൊരു ഇഷ്ടമുണ്ട് നടക്കാൻ ഒരു നിക്കർ പോലും ഇല്ല. അറിയാമോ നിനക്ക്? ഇത് കണ്ടോ? അയ്യോ അത് കൊള്ളാം. അത് ഇവിടുന്ന് കിട്ടിയടാ പുതിയ നിക്കറ്. ഇത് നിക്കറൊന്നും അല്ല. പിന്നെ നീ കഴിക്കുന്നത് 3 ചപ്പാത്തി ഇല്ലയോ? അത് ഞാൻ ഇറുക്കിനകത്ത് കുത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്റെ ദൈവമേ. പക്ഷെ വേറെ കാര്യമുണ്ട്, നനയ്ക്കാൻ പറ്റത്തില്ല. അതെന്താ? നനച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ ഒരു നേരം കൂടെ പട്ടിണി കിടക്കേണ്ടി വരും. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ മാനം കാത്ത് സൂക്ഷിക്കും. മാനം കാത്ത് സൂക്ഷിക്കണം. ഇന്നാണ് നിന്നെ പോലീസ് ഇടിക്കുന്ന സ്വപ്നം കണ്ടോ നീ? ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഈ ബെഡ്ഷീറ്റ് കഴിയുമ്പോ എനിക്ക് മനസ്സിലായടാ. ദൈവമേ, ഇവൻ ഇതെല്ലാം കാണാൻ നടക്കും. ഞാനും കണ്ടോ ഇന്നലെ സ്വപ്നം. കണ്ടോ? എന്ത് വരുന്നടാ? ഇന്നലെ ഞങ്ങളുടെ നാട്ടിലൊരു കൊച്ചൊരു പുഴയുണ്ടേ. ആ പുഴയുടെ ഈ പാറക്കെട്ടിനകത്തെ ഞാൻ ചൂണ്ടയ്ക്ക് അത് തീറ്റി വെച്ചിട്ട് ഒരു കമ്പിനകത്ത് വരാനെ പിടിക്കുന്ന കുത്തി 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 ഇങ്ങനെ മീനെ പിടിക്കുന്ന സ്വപ്നം കണ്ടു ഞാൻ. അത് ശരി. അപ്പൊ നീ ആയിരുന്നു അതില്ലയോ? എന്തുവാ നീ ഇന്നലെ കമ്പിട്ട് കുത്തി വരാലിനെ പിടിച്ച് അതിന്റെ മൂക്കിനകത്തായിട്ടോ കുത്തിയത്. ചോര വരുന്ന കണ്ടോ? ആവശ്യമില്ലാത്ത ഒരു പരിപാടിയും കാണിച്ചിട്ട് നിന്നെ കൊണ്ട് ഞാൻ എങ്ങനെ ജയിലിൽ ചാടും? എന്റെ ദൈവമേ, മണ്ടത്തരമല്ലാതെ ഒന്നും കാണിക്കത്തില്ലല്ലോ ഇവന്. ഞാൻ ഒരു കാര്യം ചോദിച്ചു. എന്തുവാ? നീ ഇങ്ങനെ ഈ മോട്ടിങ്ങനൊക്കെ എങ്ങനെ പഠിച്ചേ? അത് നെറ്റ് നോക്കി പഠിച്ചതല്ലയോ? നെറ്റിൽ നോക്കിക്കൊണ്ട് ഇന്നെ പഠിക്കാൻ പറ്റുമോ? എന്റെ നെറ്റിൽ നോക്കി പഠിച്ചതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ എടാ ഇന്റർനെറ്റിൽ നോക്കി പഠിച്ചതാ. ആണോ? ആ മൊബൈൽ എടുത്തിട്ട് നമ്മള് ഗൂഗിൾ എടുക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ വോയിസ് കൊടുക്കണം. ഗൂഗിൾ കള്ളത്തരം പ്ലീസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറെ ചാറ്റിൽ കുറെ ഫോട്ടോ വരും. ആ ഫോട്ടോയിൽ നിന്ന് ടച്ച് ചെയ്യരുത്. അത് രാഷ്ട്രീയക്കാരുടെ ഫോട്ടോയാ. അതിന് താഴെയാണ് നമുക്ക് പഠിക്കാനുള്ള സാധനം. പിന്നെ വേറെ കാര്യം പറഞ്ഞു. ഇവിടെ പോലീസുകാർ പറയുന്നത് ഞാൻ കേട്ടതാ. ഇന്ത്യയിലെ ഏതോ ഒരു ജയിലിനകത്ത് പരിപാടി നടക്കുമ്പോൾ കുരങ്ങിന്റെ വേഷം കെട്ടിയിട്ട് 6 തടവുള്ളികൾ ജയിലിൽ ചാടിയത്. അടാ അത് സൂപ്പർ ഐഡിയ. അളിയ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജയിലിൽ നിന്ന് കുരങ്ങിന്റെ വേഷം കെട്ടി അങ്ങ് ചാടിയാലോ? ഓ, ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ പേടി വരുന്നു കേട്ടോ. ഇതിനു മുമ്പ് ചാടിയിട്ടുണ്ടോ? പിന്നെ ഞാൻ ചാടിയിട്ടില്ലയോ? നമ്മുടെ ഈ മതിലുണ്ടല്ലോ, അതിന്റെ മണ്ട കയറിയിട്ട് ഞാൻ എടുത്ത് ചാടി. അതുപോലെ തന്നെ ഈ അകത്ത് വന്ന് വീഴുകയും ചെയ്തു. അതെങ്ങനെ? എടാ ഞാൻ എടുത്ത് ചാടിയപ്പോഴേ അതിനപ്പുറത്തൊരു വലിയ ആനെ കെട്ടിയേക്കുമായിരുന്നു. അതിന്റെ മുകളിലാണ് ഞാൻ ചാടിയത്. അത് തുമ്പിക്കൈ ചുറ്റി വീണ്ടും എന്നെ ഇങ്ങോട്ടൊരു ഏറും. എന്തോ ചെയ്യാനാ? സൂപ്പറിന്റെ ആനയാ അത്. എടാ അത് അങ്ങനെയല്ല പറയണത്, സൂപ്പർ ആനയാന്ന്. അതല്ലെന്ന്, ഇവിടുത്തെ സൂപ്പറിന്റെ ആനയാണെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ചുറ്റി ഇങ്ങോട്ട് എറിഞ്ഞത്. പിന്നെ ഇത് പറഞ്ഞപ്പോളാ സൂപ്പറുണ്ട് വരാൻ സമയമായി. ഇന്നലെ ആ ഭാഗത്ത് ഞങ്ങളുടെ പുള്ളി വന്ന്. നീ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് നോക്ക്, ഞാൻ അങ്ങോട്ട് നോക്കാം. വരുന്നതിന് മുമ്പ് പൊന്നളിയ തുളി പോകുന്നു. ഇന്ന് ഇവിടുന്ന് മുങ്ങണം, വന്നിട്ട് മുങ്ങണം, തന്നെ മുങ്ങണം. എവിടെ പോവാ? നാട്ടിലേ പോത്തിനെ കുളിപ്പിക്കാൻ പോകും. അതെങ്ങനെയാന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. 2 പോത്തുകളൊക്കെ. പക്ഷെ നിന്റെയൊക്കെ ഐഡിയ ഇവിടെ പോത്തില്ല. നമുക്കിനി തിരിഞ്ഞു നടക്കാം. ഇവിടെ പോത്തെ നടക്കാനോ? മാറിക്കട അവിടെ നിന്ന് വെള്ളം ഒഴിച്ചോടാ. അതിനെല്ലാം ഒഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. കൊള്ളാവിടാ മിടുക്കന്മാര്. താമസിച്ചേ? നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ലടാ മോനെ വീട്ടിലെ കാര്യങ്ങള്. ഞാൻ രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂക്കണം, പിന്നെ പാത്രം തേച്ച് മെഴുക്കണം, പിന്നെ ചോറ് വെക്കണം, കറി വെക്കണം. എന്തിനാണ് പറയുന്നത്? പിള്ളേർക്കുള്ള ചോറ് വരെ ഞാൻ കൊടുത്തു വിട്ടതാ. അപ്പൊ മേഡം എന്തോ ഗൾഫിലാണോ? അവളോ? ഇന്നലെ രാത്രിയിലെ ഞാൻ മൊബൈലിലിരുന്ന് കോൺസ്റ്റബിൾ സൂസിയുമായിട്ടൊന്ന് ചാറ്റി. അവള് കയ്യോടെ വന്ന് പൊക്കി. അപ്പൊ പിന്നെ ഈ പണിയൊക്കെ ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതാണ് അതൊക്കെ ചെയ്യുന്നത്. കണ്ടോ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവന്റെ മുഖത്ത് ആ വിഷമം കണ്ടോ? എന്തിനാണ് സങ്കടപ്പെടുന്നത്? എനിക്ക് സാറിന്റെ കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല വിഷമം. പിന്നെ നാട്ടിൽ നിന്ന് ഇപ്പൊ എനിക്കൊരു വാർത്ത അറിഞ്ഞു. ഞാൻ എന്താണ്? എന്റെ ഭാര്യ ഒളിച്ചോടിയെന്ന്. ഞാനും പോവാ. നീ ഇവിടുന്ന് പോവോ? എടാ സകലമാന കള്ളത്തരം കാണിച്ചു വെച്ചിട്ട് ഇവിടെ നീ വന്ന് നിൽക്കുക. കള്ളൻ കള്ളാന്ന് മാത്രം എന്നെ വിളിക്കരുത് കേട്ടോ. കള്ളാന്ന് വിളിക്കുന്നു. വന്ന് അന്ന് മുതൽ സാർ എന്നെ കള്ളാന്നാ വിളിക്കുന്നത്. ഞാൻ കള്ളനൊന്നും അല്ല. പിന്നെ ഈ സമൂഹമാണ് എന്നെ കള്ളനാക്കിയത്. സമൂഹം എന്നാ ചെയ്തു? അതെ, സമൂഹമാണ് ഞങ്ങളെ കള്ളരാക്കുന്നത്. ആണോ? ഒരു ദിവസം രാവിലെ ഞാൻ വെറുതെ കൈയും വീശി നടന്നു പോയപ്പം എനിക്കൊരു ATM കാർഡ് കളഞ്ഞു കിട്ടി. ഞാൻ അത് എടുത്തോണ്ട് വന്ന് ATM ഇട്ട്. അപ്പൊ അവര് പറഞ്ഞു പിന്ന് കുത്താൻ. എന്റെ ഷർട്ട് നാരയും പട്ടന് പിന്നില്ലേ? ആ പിന്ന് കുത്തിയാല് ഇതൊക്കെ എപ്പോ ഇറങ്ങി വരാനാ? അപ്പൊ ഇത്രയും വലിയൊരു പാര വെച്ച് ഞാൻ കുത്തി കളക്കി. കണ്ടോണ്ട് നിന്നോട് പറഞ്ഞു കള്ളൻ 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 എന്ന്. സമൂഹം വിളിച്ചു പറഞ്ഞു. അവരൊന്നും മിണ്ടാ നിന്നാലും ഞാൻ മാന്യനാകത്തില്ലായിരുന്നു. എടാ കക്കാൻ പഠിച്ചാ പോരാ, നിക്കാനും പഠിക്കണം. അവിടെ നിക്കാൻ പഠിച്ചതാ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ടി വന്നത്. അത് അങ്ങനല്ല പറയേണ്ടത്. കക്കാൻ പഠിച്ചാ ഓടാനും പഠിക്കണം. അന്ന് ഞാൻ ഇവിടെ കാണുമായിരുന്നാ? അത് ശരിയാ കേട്ടോ. ഒരു രഹസ്യം പറയാനുണ്ട്, ഇങ്ങോട്ടൊന്ന് പറഞ്ഞു. ഒരു കള്ളൻ ഒരു പോലീസിനോട് ചോദിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഞാൻ അങ്ങ് ചോദിക്കുക. സാറിനൊന്നും തോന്നരുത്. ഒന്നും തോന്നത്തില്ല, ചോദിച്ചോളൂ.
സത്യമാണല്ലോ. ചോദിച്ചോ. സാറേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഞങ്ങളെ രണ്ടുപേരും രക്ഷപ്പെടുത്താൻ. എന്നതൊക്കെയാണോ പറയുന്നത്? അല്ല, പറ്റുമോ? ഒളിച്ചു വന്ന് കേൾക്കണോ? ഒറ്റ അടി വെച്ച് രഹസ്യമല്ലേടാ പറയുന്നത്. കേട്ടല്ലോ ഞാൻ എന്തോ പറയുന്നുള്ളത്. കേട്ടേക്കോ, ഒറ്റ അടി വെച്ചാണല്ലോ കേട്ടോ. സാറേ, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ? ഈ അടിച്ചിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കുറ്റമാണോ? അത് ഭയങ്കര കുറ്റമല്ലേടാ. ആണോ? ഭയങ്കര കുറ്റം, അത് പാടില്ല. അത് എന്നിട്ട് സാറ് ഞങ്ങളെ അടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്? അതെ. അതെ, അതാണോ പറഞ്ഞത്? എടാ, മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കരുത്, അതാണ് പറഞ്ഞത്. മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കാം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വെള്ളമൊക്കെ ഒഴിക്കുക, ഞാനേ പോയി സൈൻ ചെയ്തിട്ട് വരട്ടെ. കേട്ടോ? ഞാൻ നിന്നോടൊരു കാര്യം പറയാം. സാറ് പോയിരിക്കുക, നമുക്ക് എങ്ങനെയാലും ഇവിടുത്തെ റൂട്ട് മാപ്പ് സാറിൻ്റെ പിടിച്ചെടുക്കണം. എങ്ങനെ സംഘടിപ്പിക്കും? എടാ, അത് എങ്ങനെയാ സംഘടിപ്പിക്കണമെന്ന് നമ്മൾ അതിന് പാടുപെട്ട് പുള്ളിയെ ചോദിക്കണമെന്ന്. അതിന് വഴിയൊക്കെ ഉണ്ട്. നീ കൂടെ നിൽക്കണം എൻ്റെ കൂടെ. കേട്ടോ? വരുന്നുണ്ട്. വെള്ളം ഒഴിച്ചാലും സാറേ. സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ മതിലൊക്കെ എന്തിനാ ഇങ്ങനെ ചുറ്റുമതിലൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് അകത്ത്? എടാ, അതൊക്കെ പണ്ട് ആൾക്കാർ ചെയ്ത് വെച്ചേക്കണല്ലേ. പണ്ട് കാലത്ത് ചെയ്തിട്ടിരുന്ന. ഒരാൾക്ക് അങ്ങ് വെളിയിലോട്ടോ, വെളിയിൽ നിന്ന് ഒരാൾക്ക് അകത്തോട്ടോ കയറാൻ പറ്റുമോ അതിന്റെ അകത്ത്? അയ്യോ, അത് പറ്റത്തില്ല. അപ്പൊ പെട്ടെന്ന് ഒരു ഇവിടെ ഒരു തീ പടർന്നു പിടിച്ചാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമ്മളെല്ലാരും ചത്തുപോകത്തില്ലേ? ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളും എനിക്കറിയാം. ഒന്നും അറിയത്തില്ല, ചുമ്മാ നമ്മളെ കളിയാക്കാൻ. അയ്യോ, ഉള്ളതാ, എന്റെ മക്കളാണ് നേരെ. ഞാനുള്ള കാര്യം പറയാം. നമ്മുടെ ഈ ജയിലിലെ സകലമാന റൂട്ടുകളും അടങ്ങിയ ഉപ്പാണിത്. മാപ്പാണിത്. ഇതിന്റെ സെന്ററിലോട്ട് നോക്കൂ. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നിന്ന് നേരെ റൈറ്റ് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് വലത്തോട്ട് തിരിയുമ്പോഴത്തേക്കിനും നമ്മൾ നേരെ അടുക്കളയിലെത്തും. അവിടുന്ന് വെളിയിലോട്ട് ചാടാൻ പറ്റുമോ? അവിടുന്ന് വല്ല കഴിച്ചിട്ട് പോവാ, അല്ലെ പിന്നെ വെള്ളത്തിൽ തരുമ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. പിന്നെ അവിടുന്ന് നേരെ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് വഴി വലത്തോട്ട് തിരിഞ്ഞിട്ട് ഇടത്തോട്ട് തിരിയുമ്പോ നമുക്ക് വെളിക്കിറങ്ങാൻ പറ്റും. ആ വെളിക്കിറങ്ങാനല്ല, കക്കൂസി പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതുവഴി അങ്ങോട്ട് പുറത്തോട്ട് കിടക്കാം. ഇതുപോലെ പല സ്ഥലങ്ങളും പല വഴികളും ഇതിനകത്ത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൈവച്ചോണം. അഥവാ നീ പിടിക്കുവാണെങ്കിൽ എന്നെ വിളിച്ച് പറയണേ. ഞങ്ങൾ പരിപാടിക്കേ ഒപ്പന കളിക്കാൻ വേണ്ടി വാർഷികത്തിന് ഞങ്ങൾ ഒപ്പനയ്ക്ക് ചേർന്നു. വാർഷികം വന്നില്ലല്ലോ, വരട്ടെ, അത് അങ്ങ് കിടക്കുമല്ലേ. നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു? രാവിലെ കഴിച്ചോ? എന്നാ പോയി വിശ്രമിക്കേണ്ട സമയമാ. വിശ്രമവേളകൾ അനന്തകരമാക്കാനാണ് സർക്കാർ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കളി കളിച്ചാലോ? ഫുട്ബോൾ കളിക്കാം. ഒളിച്ചു കളി കളിക്കാം. ഫുട്ബോൾ കളിക്കാം. ഏതായാലും ഒരു തീരുമാനത്തിലെത്ത്. നിങ്ങളുടെ ഒരു ഐക്യത്തിൽ വേണം പോകാൻ. ഞാനങ്ങളൊന്ന് തീരുമാനിക്കട്ടെ. ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. എടാ മണ്ടച്ചാരെ, ഒളിച്ചു കളി കളിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് മതിൽ ചാടി എങ്ങോട്ടേലും ഓടി പോകരുതോ? വീണ്ടും കിടന്നിട്ട് പുസ്തകം കളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരി. തീരുമാനമായ തീരുമാനത്തിൽ ഒളിച്ചു കളിക്കാം. തുടങ്ങാം. അറ്റി സെറ്റി വാട്ടർ പിപ്പി അക്കം പിക്കം പോയിക്കോ. അറ്റി സിറ്റി വാട്ടർ പിപ്പി അക്കം പിക്കം പോയിക്കോ. ഞാനും പൊക്കണം. പോകരുത്. ഞാനല്ലേ നീ എണ്ണുന്നത്. അതെ, എന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ അതുപോലെ ഒളിപ്പിച്ചു. 1 2 3 4 5 6 10 ചാക്ക് 30 എന്നെ കാണാതിരിക്കാൻ 40 50 60 80 70 100 വെള്ളിക്കഴിഞ്ഞേ നിക്കണ അവിടെ. നീയൊക്കെ എന്തോടാ വിചാരിച്ചത്? എന്നെ പറ്റിച്ചു നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് കടന്നു കളയാവന്നോ? അതൊരിക്കലും നടക്കുകയാ. നിന്നെ രണ്ടിനെയും സാറ്റ് വെച്ചേക്കുന്നു. ഇനി നീയൊക്കെ വന്ന് പത്തണ്ണടാ. അയ്യേ മണ്ടൻ സാറേ. നല്ല 2 കള്ളന്മാരും നല്ലൊരു പോലീസും ഇവർക്ക് നല്ലൊരു ഗൈഡി. ഷാജൻ ചേട്ടാ, രാജേഷ്, സുജിത്, റിജി, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ, പരിപാടി ഏറ്റിട്ടില്ല അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുഖത്ത് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ചുള്ള തമാശകളും അല്ലായിരുന്നു, അതിനൊപ്പം ഉള്ളൊരു പ്ലോട്ടും അല്ല നിങ്ങളിന്ന് തിരഞ്ഞെടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹരിയുടെ ഒരു ആബ്സെൻസിന് അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റിലും ഉണ്ട്, നിങ്ങളുടെ പെർഫോമൻസിലും ഉണ്ട്. നമ്മളൊരു സ്ഥിരമായിട്ട് നമ്മളൊരു ടീമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരാളില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ടെൻഷനാവും. അത് നമ്മളെല്ലാവരും പ്രോഗ്രാംസ് സ്റ്റേജിലും ഒക്കെ ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും. റെജി ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. റെജിനെ പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന ആളാണ്. റെജി മോശമാണെന്നല്ല അതിനർത്ഥം. കാര്യം ഇവർ 3 പേരും ഒരു ടീമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് പുതിയൊരാൾ വന്നു കഴിയുമ്പോൾ പെട്ടെന്നൊരു സിങ്ക് ആവാൻ കുറച്ച് സമയമെടുക്കും. അതിൻ്റെ ഒരു കുഴപ്പമാണ്. പിന്നെ തമാശകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ നിലവാരത്തിനൊപ്പം ഉള്ള തമാശകളായിരുന്നില്ല ഇന്നത്തെ ഒരു തമാശകളും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അത് അടുത്ത പ്രാവശ്യം വരുമ്പം ഹരി വന്നു കഴിയുമ്പോൾ നിങ്ങളത് ബെറ്റർ ആവും. ഇതിലും ഗംഭീര സ്കിറ്റുകളുമായിട്ട് വരും എന്ന് ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വരുമെന്ന് തന്നെ അറിയാം. എന്തായാലും നെക്സ്റ്റ് ടൈം അതിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം മാറ്റി ഗംഭീരമായിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക, ഇത് തിരഞ്ഞെടുത്ത ആ സബ്ജക്റ്റ് അത്ര സുഖമായില്ല. അതിൻ്റെ അകത്ത് ഒരു കൗണ്ടർ പോലും നമുക്ക് ഒന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതില്ല. ഒരു കൗണ്ടർ പോലും ഇല്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ കൺട്രോൾ ഇതിൽ. നമുക്കതല്ലല്ലോ വേണ്ടത്. നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരാണ്. നമുക്ക് ഈ വേദിക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞങ്ങളെക്കാട്ടിൽ കൂടുതൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് വേണം സെലക്ട് ചെയ്യാൻ. ഒരാൾ കുറവുണ്ടായത് കൊണ്ട് സബ്ജക്റ്റ് മോശമായിട്ട് കയറി കളിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അകത്ത് അടങ്ങുന്ന കൗണ്ടറുകൾക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് നമ്മുടെ ഈ വേദിക്കുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സാധനം വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ 3 പേര് നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ചെയ്തു എന്നല്ലാതെ നമുക്ക് എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. അത് പാടില്ല. അത് വന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ കുറച്ചിൽ, ഞങ്ങൾക്കല്ല. ഞങ്ങൾ ഈ കമൻറ്റ് പറയും, പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങളാണ് ഇത് കണ്ടിട്ട് പോയ ആൾക്കാർ, നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. അവരെ നിരാശപ്പെടുത്താനും പാടില്ല. അടുത്ത പ്രാവശ്യം ആ പരിക്കുകളെല്ലാം മാറ്റി വീണ്ടും എത്തുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ഷാജൻ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് നിങ്ങളെ 3 പേര്, ഹരി ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഒരു കോംബോ ടീം എന്ന് പറയുന്നത് ഏറ്റവും അധികം വൈറലായ ടീമുകളാണ്. എവിടെ ചെന്നാലും പൊടിയൻ കൊച്ചേട്ടാ എന്നൊരു വിളി നമുക്കറിയാം. ചുമ്മാ നമ്മൾ നാട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോഴും കഴിഞ്ഞ ദിവസം ഇങ്ങനെ പൊടിയൻ കൊച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ആ ടീം കൊള്ളാം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് നമുക്ക് കേൾക്കുന്നത് വലിയ അഭിമാനമാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഈ പ്ലോട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതൊരു കാര്യം, അങ്ങനെ ഒരു പ്ലോട്ട് ഞാൻ കണ്ടിട്ടില്ല. ഹരി ഇങ്ങനെ ഒരു സ്കിറ്റിനകത്ത് ഇങ്ങനെ ജയിലിൻ്റെ ഈ ഒരു വിസ്താരം വെച്ചിട്ടൊരു സാധനത്തിലേക്ക് വരുന്നു. പക്ഷേ ഹരി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ആദ്യം മുതലേ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം നിങ്ങളുടെ ഉണ്ട്. പിന്നെ രാജേഷിൻ്റെയൊക്കെ മുഖത്ത് ഈ ഏറ്റില്ല എന്നുള്ള സാധനം വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. ഏക്കാത്തതിൻ്റെ ഒരു വിഷമവും ദേഷ്യവും നമ്മളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചിരി. രാജേഷിന് തന്നെ അറിയാം നമ്മൾ പറഞ്ഞ തമാശ ഇതല്ല പറയേണ്ടെന്നൊക്കെ അറിയാം. നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ ഈ പറയുന്ന പോലെ റെജിക്ക് ഈ ഒരു കോമ്പിനേഷനുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അതെല്ലാം അതിനകത്ത് അങ്ങനെ നിന്ന് പോയി എന്നുള്ളത്. അപ്പോൾ സുഹിത്താണെങ്കിലും അറിയാം, നിങ്ങൾക്കറിയാം ഇതിങ്ങനെ ഏക്കാതെ പോയി എന്നുള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും നല്ല സ്കിറ്റുകളോട്ട് വരിക. ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ്. എന്തായാലും ഹരി വരട്ടെ. നിങ്ങളുടെ ഒരു നല്ല കോംബോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രജേട്ടാ. അപ്പോൾ ഇവരെ ഈ സ്കിറ്റിൻ്റെ മാർക്സ് ഓക്കെ. പ്രജേട്ടാ, ഞാൻ ഒരു 3000 രൂപ. ഞാനും കുറയ്ക്കുന്നില്ല, 3000 തന്നെ. ടോട്ടൽ 6000 രൂപ ആയിട്ടുണ്ട്. ഷാജൻ ചേട്ടാ, ടോട്ടൽ എമൗണ്ട് ഇവിടെ 10000 രൂപ. നിങ്ങൾ സാധാരണ വാങ്ങിക്കുന്ന എമൗണ്ടിൽ നിന്ന് ഒരുപാട് കുറവാണ്. പക്ഷെ പോട്ടെ, കുഴപ്പമില്ല. അല്ല ജീവ, രാജേഷ് പ്രതീക്ഷനേക്കാൾ ഇച്ചിരി കൂട്ടിയിട്ടുണ്ടോ രാജേഷിനെ? ആണല്ലേ, ഞാൻ ഇടപെട്ടത് കുറയ്ക്കും. ഇപ്രാവശ്യം കുറെ കണ്ണ് കിട്ടി അങ്ങ് പോയെന്ന് വിചാരിച്ചാണ്. അടുത്ത പ്രാവശ്യം ഒരു ഉഗ്രൻ സ്കിറ്റുമായിട്ട് വന്ന് തകർത്ത് കുറെ പൈസ വാങ്ങിച്ചോണ്ട് പോവാം. ഓക്കെ, താങ്ക് യു റിജേട്ടാ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. സമയം കഴിഞ്ഞു, നമുക്ക് പോകണം. നമുക്ക് പോയിട്ട് അടുത്ത ഗംഭീര എപ്പിസോഡായിട്ട് വരാം. ഒരുപാട് ചിരിക്കാം. അതിനു മുമ്പ് പിന്നെ സ്നേഹാലയം കലാസാഹിത്യവേദിയുടെ എല്ലാവർക്കും ഒരു നല്ല കൈഡി. അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.